പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദേശീയ കർഷക പുരസ്കാര ജേതാവ് കണ്ടോത്തെ KBR കണ്ണന്റെ ജൈവ കൃഷിയിടത്തിലേക്ക് ഹരിതയാത്ര നടത്തി. യാത്രയുടെ ഭാഗമായി KBR കണ്ണന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം വനമിത്ര പുരസ്കാര ജേതാവ് വടയേക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദേശീയ കർഷക പുരസ്കാര ജേതാവ് കണ്ടോത്തെ KBR കണ്ണന്റെ ജൈവ കൃഷിയിടത്തിലേക്ക് ഹരിതയാത്ര സംഘടിപ്പിച്ചു. യാത്രയുടെ ഭാഗമായി കൃഷിയിടത്തിൽ നടന്ന മൂന്നാം ഘട്ട വിളവെടുപ്പ് കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടയേക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യാത്ര ചെയ്യണമെങ്കിൽ ആ വീട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ടാകും. അത് KBR കണ്ണേട്ടൻ എന്ന ഒരു ഇതിഹാസത്തിന്റെ വീടാണ്. KBR കണ്ണേട്ടനെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അദ്ദേഹം കർഷകനാണോ എന്ന് ചോദിച്ചാൽ കർഷകനാണ്. അദ്ദേഹം മെജീഷ്യനാണോ എന്ന് ചോദിച്ചാൽ മെജീഷ്യനാണ്. അദ്ദേഹം ക്ഷീര കർഷകനാണോ എന്ന് ചോദിച്ചാൽ ക്ഷീര കർഷകനാണ്. അദ്ദേഹം എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ എഴുത്തുകാരനാണ്. പരിസ്ഥിതി പ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകനാണ്. സിനിമാ നടൻ ലത്തീഫ് കുറ്റിപ്പുറം കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. ഫൗണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര അധ്യക്ഷത വഹിച്ചു. സ്വപ്ന തിരുവനന്തപുരം മുഖ്യാതിഥിയായി. സരസ്വതി ബിജു പരിസ്ഥിതി കവിത ചൊല്ലി. ഹംസ പയ്യോളി മാജിക് അവതരിപ്പിച്ചു. മില്ലറ്റിനെ കുറിച്ച് മോഹനബാബു എഴുതിയ പുസ്തകവും KK ബിനീഷ് കുമാർ വളർത്തിയെടുത്ത വൃക്ഷത്തൈകളും യാത്രയിലെ മുഴുവൻ അംഗങ്ങൾക്കും കൈമാറി. അഹമ്മദ് ബറാമി KBR കണ്ണനെ ആദരിച്ചു. യാത്രയുടെ കോർഡിനേറ്റർ PK വികാസ്, AK ഗ്രിജേഷ് കുമാർ, സഫീറ നസീർ, ഡോക്ടർ ലിബീഷ് കുമാർ, T സീനത്ത, മുഹമ്മദ് കോയ, റസാഖ് കല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു. യാത്രാംഗങ്ങൾക്ക് ഹരിത സർട്ടിഫിക്കറ്റ് നൽകി. യാത്രാംഗങ്ങൾക്ക് പ്രാതലിന് വിവിധതരം ചക്കപ്പഴങ്ങൾ, മാമ്പഴങ്ങൾ, വാഴപ്പഴങ്ങൾ തുടങ്ങിയവ നൽകി. ജൈവ ഉച്ചഭക്ഷണവും ജൈവ ഫ്രൂട്ട് സലാഡും നൽകി. ഗൃഹാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ KBR കണ്ണൻ വിവിധ കൃഷിരീതികളെക്കുറിച്ചും മോഹനബാബു മില്ലറ്റിനെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു. കന്നുകാലി ഫാം, മില്ലറ്റ് കഫേ എന്നിവയും സന്ദർശിച്ചു. യാത്രാംഗങ്ങൾക്ക് മില്ലറ്റ് വിഭവങ്ങൾ നൽകി. വിവിധതരം മില്ലറ്റുകൾ വാങ്ങാനുള്ള സൗകര്യവും ജൈവ വിത്തുകളുടെ കൈമാറ്റവും യാത്രയുടെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.